ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷികാഘോഷങ്ങളായിരുന്നു ഇന്നലെ ഇറാനിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ഒരു വലിയ പൊതുസമ്മേളനം നടന്നിരുന്നു. അതിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് ഉടനീളം ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അത് ഇറാൻ ജനതയുടെ ശക്തി അത് ലോകം കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ വിപ്ലവത്തെ മുട്ടുകുത്തിക്കുവാൻ അമേരിക്കയും യൂറോപ്പും സകല അടവുകളും ഈ കാലങ്ങളിൽ പയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് ഒരു കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനെ അവർ എല്ലാവിധ പിന്തുണയും നൽകി മുന്നോട്ടിറക്കിയിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പുറത്തു നിന്നുള്ള ശക്തികളുടെ ആവശ്യമില്ല. പ്രാദേശിക രാജ്യങ്ങൾ തമ്മിൽ ഇത് ചർച്ച ചെയ്ത് ഒരു സമാധാനം ഉറപ്പാക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല, നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായിട്ട് ഇറാൻ ജനതയോട് പറഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഏത് സമയത്തും പരിശോധന നടത്താമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എസ്കെൻ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ലോക ശ്രദ്ധ മുഴുവൻ വൈറ്റ് ഹൗസിൽ നടന്ന ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയിലായിരുന്നു. സാധാരണ നിലയ്ക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെയാണ് രാഷ്ട്ര നേതാക്കൾ വൈറ്റ് ഹൗസിലേക്ക് കടന്നു വരുന്നതും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയൊക്കെ ചെയ്തത്. എന്നാൽ അത് അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് സൗത്ത് വിങ്ങിലൂടെയാണ് നെതന്യാഹു അകത്ത് പ്രവേശിച്ചത്. കയ്യിലുണ്ടായിരുന്ന ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപിന് കൈമാറിയതായിട്ടും കരുതുന്നു. ഇറാനുമായിട്ട് ഒരു ധാരണയിൽ എത്തുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചതായിട്ട് പിന്നീട് ട്രംപ് തന്നെ പറഞ്ഞു. ഇരുവരും സാധാരണ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നതാണ്, പക്ഷേ അത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. കഴിഞ്ഞ തവണ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇറാൻ നയതന്ത്ര പാതയിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എസ്കൻ, ഇവിടെ സംശയകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചായ കുടിച്ച് പിരിയാൻ 3 മണിക്കൂർ അടച്ചിട്ട റൂമിൽ നെതന്യാഹു ഇത്രയും ദൂരം സഞ്ചരിച്ച് വരത്തില്ല. കാര്യം അടുത്ത ആഴ്ചയായിരുന്നു വരാനിരുന്ന. തിടുക്കപ്പെട്ട് നെതന്യാഹു വന്നതിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. തന്നെയുമല്ല, മാധ്യമപ്രവർത്തകരുടെ കണ്ണു വെട്ടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു.